കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛൻ തീർത്ഥയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ യാത്ര ഇന്ന് അവസാനിക്കുന്നത് അമ്പലത്തിലാണോ അതോ ചിന്ന വീട്ടിലാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്തവണ ഹരിത വീട്ടിൽ പോയിട്ട് വന്ന ശേഷമാണ് അമ്മയെ കൂടെ കൂട്ടിയത്. അങ്ങനെ അവര് രണ്ടാളും വന്നപ്പോ അവരുടെ കൂടെ അച്ഛനും വന്നാണെങ്കിലോ? നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരുന്നിട്ട് എന്താടാ കാര്യം? നീ നിന്റെ വഴിക്ക് അന്വേഷണം നടത്തിക്കോ, ഞാൻ എൻ്റെ റൂട്ടിൽ അന്വേഷിച്ചോളാം. എന്തായാലും നമ്മുടെ യാത്രകൾ ചെന്ന് അവസാനിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട ഉത്തരത്തിലായിരിക്കണം. അച്ഛനെ അങ്ങനെ അങ്ങ് മിടുക്കനാവണ്ട. എടാ, ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്ന്. എന്നാ എന്റെ ചിന്ത നേരെ മറിച്ച. അച്ഛൻ ഇത്രയും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായൊരു കാരണമുണ്ട്. ഹരിതയുടെ അച്ഛൻ നേരത്തെ പോയതാ. അതുകൊണ്ട് ഇനിയുള്ള കാലം അവരെ സ്നേഹിച്ച് ഹരിതയുടെ അമ്മയ്ക്കൊരു തുണയായി ജീവിക്കാമെന്ന് അച്ഛനൊരു തീരുമാനം എടുത്താണെന്ന് എനിക്കറിയില്ല. ഹരിതയുടെ വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഹരിതയുടെ അമ്മ ഒറ്റയ്ക്കല്ലേ. നമ്മുടെ അച്ഛൻ്റെ അവസ്ഥയും അതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരസ്പരം അറിയുന്നവരും സ്നേഹിക്കാൻ കഴിയുന്നവരും ഒന്നിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനെ തള്ളിപ്പറയാൻ നമുക്ക് പറ്റുമോ? ഹരിതയുടെ കുടുംബമായിട്ട് അച്ഛന് 10-25 വർഷത്തിന് മുകളിൽ പരിചയമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ 2 മക്കളോടും ഇങ്ങനൊരു കുടുംബത്തെ പറ്റി പറയേണ്ടതല്ലേ? ഒരിക്കലും അങ്ങനൊരു സംസാരം അച്ഛന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഹരിത, സുകന്യ എന്ന 2 പേരുകൾ ഇന്ന് വരെ അച്ഛൻ പറഞ്ഞിട്ടുമില്ല. ഹരിത, സുകന്യ. ഏതായാലും പൂജയായിട്ട് ഞാൻ പനച്ചിക്കാട് അമ്പലത്തിലും പരിസരത്തൊന്ന് കറങ്ങിട്ട് വരട്ടെ. ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയെന്ന് വരും. അച്ഛൻ ഗുരുവായൂരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ തന്നെ കിടന്ന് കറങ്ങുക. എന്തൊക്കെ ചുറ്റിക്കളി ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ അച്ഛനെ സംശയിക്കല്ലേ ലാലേട്ടാ. അച്ഛൻ അങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്ന ഒരാളല്ല. അല്ല പിന്നെന്തിനാ ഗുരുവായൂരുണ്ടെന്ന് പറഞ്ഞ ആള് ഇവിടെ കിടന്ന് കറങ്ങുന്നേ? അച്ഛൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥയാത്ര പോകാറുണ്ട്. അമ്പലത്തിന്റെ കാര്യമല്ലെന്ന് കരുതിയിട്ട് അമ്മ വിടാറുമുണ്ട്. മിക്കപ്പോഴും അച്ഛൻ തമ്പടിക്കുന്നത് പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിലും തിരുനക്കര അമ്പലത്തിലൊക്കെ. ഗുരുവായൂരും മൂകാംബിയിലൊക്കെ വല്ലപ്പോഴേ പോകാറുള്ളൂ. പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിന്റെ അടുത്തല്ലേ നമ്മുടെ ഹരിതയുടെ വീട്? അതെ. യാത്ര പോകുമ്പോ അവിടെ ഹരിതയുടെ വീട്ടിലേക്ക് പോകുമോന്നറിയില്ല. പോകാനുള്ള സാധ്യതയുണ്ട്. അവരെ കുടുംബ സുഹൃത്തുക്കളല്ലേ. അങ്ങനെ ഒരു സൗഹൃദത്തിനപ്പുറം ആ കുടുംബമായിട്ട് അച്ഛന് എന്തെങ്കിലും ബന്ധമുണ്ടോന്നാ ഞാൻ സംശയിക്കുന്നത്. ലാലേട്ടൻ വെറുതെ ലാലേട്ടന്റെ അമ്മയെ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ. ലാലേട്ടൻ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചത്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദീപേ? ലാലേട്ടന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഹരിതയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ആ സമയത്ത് അവൾക്ക് 100 നാവാ. അവളുടെ വീട്ടില് ലാലേട്ടന്റെ അച്ഛൻ പോയതും അതുപോലെ തന്നെ അവര് തമ്മിലുള്ള അടുപ്പത്തെ പറ്റിയൊക്കെ അവള് വാതോരാതെ സംസാരിക്കാറുണ്ടായിരുന്നു. അത് ഹരിതയുടെ അച്ഛനുമായിട്ട് ലാലേട്ടന്റെ അച്ഛന് വലിയ അടുപ്പമായിരുന്നല്ലോ. ഒരു കുടുംബം പോലെ അവര് കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഹരിത എന്റെ ഷോറൂമിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കുടുംബത്തെ പറ്റി ഞങ്ങളോട് ആരോടും അച്ഛൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ പിന്നാലെ ലാലേട്ടൻ പോവാൻ പോവാണോ? കള്ളം പറയാത്ത അച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. മറ്റൊരുപാട് തലവേദനകൾ ഉണ്ടല്ലോ ലാലേട്ട. പിന്നെ ഇതിന്റെ പിന്നാലെ പോണോ? അത് ശരിയാ. നിങ്ങളുടെ ഡിവോഴ്സ് നടത്തണമെന്നും ലാലേട്ടന്റെ കല്യാണം 10ാം ഉദയത്തിന് നടത്തണമെന്നും ഇവളുടെ അമ്മായിയമ്മ തീരുമാനിച്ചിരിക്കുക. അതിനൊക്കെയല്ലേ ലാലേട്ട നമ്മളിപ്പോ പരിഹാരം കാണണ്ടേ? എന്ന് കരുതി അച്ഛൻ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? എവിടെ അച്ഛൻ താമസിക്കുന്ന അറിയണ്ടേ? ഞങ്ങളൊരു അന്വേഷണം നടത്തണോ ലാലേട്ട? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല.
2 ദിവസത്തിനുള്ളിൽ ഇതിന് ഞാനൊരു ഉത്തരം കണ്ടെത്തിക്കോളാം. ഹരിയേട്ടനും ചില രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. എന്നുവെച്ചാ അത് ഞാനിപ്പോ പറയുന്നില്ല. എങ്കിലും ചില ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ അച്ഛനും ഇടയ്ക്ക് തന്റെ ഇടം കാട്ടിയോന്നൊരു സംശയം. എങ്ങനെ? നിങ്ങളൊക്കെ പറയുന്ന പോലെ വെറുതെ സംശയം വെച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വ്യക്തമായ തെളിവ് കിട്ടിയ ശേഷം ഞാൻ ഇങ്ങോട്ട് വരാം. എന്നിട്ട് കാര്യങ്ങൾ പറയാം. ആ, ഞാൻ ഇറങ്ങുക. താൻ പുറത്തോട്ട് വരണ്ട കേട്ടോ. അമ്മ ബന്ധം പിരിയണമെന്ന് പറയാൻ ഏത് നിമിഷം ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാൻ കാറ് കുറച്ച് ദൂരെ ആയിട്ടിരിക്കുന്നേ. നടന്നു പോയിക്കോളാം. ശരി. ലാലേട്ടന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടെന്ന രീതിയിലാണല്ലോ ഇപ്പൊ സംസാരിച്ചിട്ട് പോയത്. ഏയ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ആ, എന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? ആ അച്ഛനായതുകൊണ്ടല്ലേ അവരെ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കാതെ അവർക്കൊപ്പം ജീവിച്ചത്. ഇനിയിപ്പൊ എല്ലാരെയും ഞെട്ടിച്ചോണ്ട് ലാലേട്ടന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടെങ്കിൽ ദേ ഇവിടെ വിളിച്ചു വരുത്തി ആ അച്ഛനൊരു മധുരം വിളമ്പണം. നീ എന്തൊക്കെയായി പറയുന്നേ? അത് വേണോടി. ലാലേട്ടന്റെ അമ്മയുടെ സ്വഭാവത്തിന് അങ്ങനെ വേണം തിരിച്ചടിക്കാൻ. നമ്മള് പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുമ്പോ അത് വലിയൊരു വാർത്തയാ. എന്തുകൊണ്ടാണ് ലാലേട്ടന്റെ അച്ഛനെ പോലുള്ള പാവ ആണുങ്ങൾക്ക് ഭാര്യമാരെ കൊണ്ട് വേദനയുണ്ടാവുമ്പോ അത് വാർത്തയാവാത്തത്? ആണുങ്ങൾ അത് തുറന്നു പറഞ്ഞ ആണത്തം പോകുന്നൊരു ചിന്തയുണ്ട് ഇവിടെ മിക്ക ആണുങ്ങൾക്കും. അതുകൊണ്ട് ഒന്നും തുറന്നു പറയാതെ അവര് വഴി തെറ്റിപ്പോവും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് കൂടെ താമസിക്കുന്ന സ്ത്രീകള് തന്നെയാ. തുല്യത ഒരു ഭാഗത്ത് മാത്രം പോരാ, രണ്ടിടത്തും വേണം. അല്ലെങ്കിൽ ആ ബന്ധത്തില് താളപ്പിഴകൾ ഉണ്ടാകും. എന്തുപറ്റി? രണ്ടാളുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടല്ലോ. അവനെ കൊല്ലാൻ ഒരു മാർഗവും ഇല്ല അച്ഛാ. ആരെ? ആ ബുള്ളറ്റ് ജഗനെ. ഓ, അവനെ കണ്ടിരുന്നോ? കണ്ടെന്ന് മാത്രമല്ല, ഞങ്ങളെ വിരട്ടുകയും ചെയ്തു. അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു. അവനിപ്പോ സ്വന്തം മോനായ നിന്നേക്കാളും സ്നേഹമാ നിന്റെ അമ്മയും പെങ്ങന്മാരോടൊക്കെ. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റൊരുത്തിയടാ, ആ ദിയ. ആ കാർത്തി അവസാനമായിട്ട് ഇവിടെ വന്നപ്പോഴും പറഞ്ഞിരുന്നു ജഗനും ദിയയും തമ്മിൽ നല്ല അടുപ്പമാണെന്ന്. ആ അടുപ്പം നമുക്ക് ദോഷം ചെയ്യുന്ന അച്ഛാ. മനഃപൂർവ്വം അവൾ അവനെ ഇളക്കി വിടുക. അതെ, അതിനുള്ള സാധ്യതയുണ്ട്. അന്ന് നിന്റെ ക്ലിനിക്കിൽ ചികിത്സ തേടി വന്നപ്പോഴേ കണക്ക് പറഞ്ഞ നയനമോള് കാശ് വാങ്ങിച്ചല്ലോ. അതിന്റെ ദേഷ്യം എന്തായാലും ഭാഗ്യത്തിനും ദിയക്കും കാണും. ആ ദേഷ്യമാണ് ഇപ്പൊ ജഗനിലൂടെ പ്രകടമാവുന്നത്. അവൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ. പോലീസുകാരെക്കാളും പേടിക്കണം ചില ഗുണ്ടകളെ. അവൻ ഒറ്റയ്ക്കാണല്ലോ നടക്കുന്നത്, പിന്നെ അവനെ തട്ടിക്കളഞ്ഞൂടെ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ മോളെ, ഈ ജഗൻ എന്ന് പറയുന്നവൻ കാർത്തിക്കും സദാനന്ദം മുതലാളിക്കും എതിരെ തിരിയുന്നതിന് മുമ്പ് വരെ അവരായിരുന്നു ഇവിടുത്തെ ദാതാമാര്. ഇന്നും പണം കൊണ്ടും കാർത്തിയും സദാനന്ദനും തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷെ അവര് വിലക്കെടുക്കുന്ന ഗുണ്ടകൾക്ക് പോലും ഇവനെ പേടിയാ. സാധാരണ ഈ ഗുണ്ടകളൊക്കെ കൊല്ലപ്പെടുന്നത് കൂടെയുള്ളവന്മാര് ചതിക്കുമ്പോഴാ. എന്നാ ഇവന്റെ ഒപ്പം കുറെ വാൽമാക്രികളുണ്ട്, അധികമൊന്നുമില്ല. പക്ഷെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, ചങ്ക് പറിച്ചു കൊടുക്കുന്നവരാ. അവന്മാരാണ് ഇവന്റെ കരുത്ത്. അവിടെയാണ് സദാനന്ദനും കാർത്തിയും പോലും പെട്ടുപോയത്. അവരുടെ വീട്ടിനകത്ത് കയറി സദാനന്ദനെയും കാർത്തിയും അവൻ തല്ലിയിട്ടുണ്ട്. എങ്കിലും ഒരവസരം കിട്ടിയതല്ലേ അച്ഛാ? ജീപ്പ് പിടിച്ച് അവനെ തളർത്തി കടത്തിയതല്ലേ? ആ സമയത്ത് അവനെ കൊന്നൂടായിരുന്നു അവർക്ക്.
അതാണ് കാർത്തിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. ഛെ, ഗോൾഡൻ ചാൻസാ മുന്നിൽ കിടന്നത്. അപ്പൊ തളർന്നു കിടക്കുന്ന ജഗനെ കുറച്ചു നാള് കാണാൻ കാർത്തിക് ഒരു മോഹം. അവിടെയാണ് മോനെ സകലതും പിഴച്ചത്. അന്നേ അവനെ വെട്ടിനുറുക്കി കളഞ്ഞെങ്കിലേ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അച്ഛന്റെ വക്കീൽ ബുദ്ധി വെച്ചിട്ട് നല്ലൊരു ഉപദേശം കാർത്തിക് അവന്റെ അച്ഛനും കൊടുക്കാൻ പറ്റില്ലേ? എന്തായാലും ജഗൻ തീരണം. അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അവള് പറഞ്ഞത് ശരിയാച്ചാ. അവൻ മരിക്കണം. അതിന് രണ്ടുണ്ട് കാരണങ്ങള്. ഞാനിപ്പോ എന്റെ പെങ്ങന്മാരെ തള്ളിക്കളഞ്ഞു. എങ്കിലും പെങ്ങളല്ലാതാവില്ലല്ലോ അച്ഛാ. അവൾ ഒരിക്കലും അതുപോലൊരു ഗുണ്ടയായിട്ട് അടുക്കരുത്. അവനെ വിവാഹം കഴിക്കരുത്. ഇപ്പൊ ആ രീതിയിലേക്കാ അച്ഛാ കാര്യങ്ങൾ പോകുന്നത്. അതിനൊരു സംശയവും വേണ്ട. ദിയ ജഗനെ കെട്ടാനിരിക്കുക. അങ്ങനൊരു ദിവസം വരാൻ പാടില്ല അച്ഛാ. അവൾ അവന്റെ ഭാര്യയായി കഴിഞ്ഞാൽ അവനെ വെച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് അവളായിരിക്കും. ശരി, എന്തായാലും ഞാൻ കാർത്തി ഒന്ന് കാണട്ടെ. എന്നിട്ട് അവനുമായിട്ട് ഈ വിഷയം ഞാനൊന്ന് ചർച്ച ചെയ്യാം. പക്ഷേ കാർത്തിയുടെ കല്യാണം നടക്കാൻ പോകുന്നോണ്ടേ അത് കഴിയാതെ അവൻ എന്തെങ്കിലും കടുത്ത കർമ്മങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോ കാർത്തിയുടെ കല്യാണം നടക്കുന്ന എന്താ ഉറപ്പ്? അതും ശരിയാ. പക്ഷെ ജഗനെതിരെ തിരിഞ്ഞിട്ട് അത് വിജയം കണ്ടില്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന് കാർത്തി കാണില്ല. ഒരുപാട് വാണിങ് കാർത്തിക്ക് ജഗൻ കൊടുത്തു കഴിഞ്ഞു. ഇനിയും അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അവന്റെ കഴുത്ത് പോവും. എന്തായാലും കാർത്തിയെ കണ്ട് ഞാൻ അവനോട് വിവരം പറഞ്ഞേക്കാം. നോക്കട്ടെ, നീ ടെൻഷൻ അടിക്കണ്ട. നീ എന്താ ആലോചിക്കുന്നത്? വക്കീൽ സാറിന്റെ മോന്റെ മരുമോളുടെ ആഗ്രഹം എത്രയോ നാളായിട്ട് കൊണ്ടു നടക്കുന്ന ആളാ ഞാൻ. അവനെ വെട്ടി കണ്ടിച്ച് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാതെ ഈ നാട്ടിൽ നിലനിൽപ്പില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വക്കീൽ സാറിനോട്, എന്റെ കല്യാണം മുന്നിലുണ്ട്. അതും ജയലാലിന്റെ പെങ്ങളെ ഞാൻ കെട്ടാൻ പോകുന്നത്. അന്നേ ദിവസം എന്തെങ്കിലും അലമ്പി ബുള്ളറ്റ് ജഗനും കൂട്ടുകാരും ഒപ്പിക്കുമെന്ന എന്റെ ഇപ്പോഴത്തെ പേടി. എന്റെ കാർത്തി, ഒരു കാലത്ത് സദാനന്ദ മുതലാളി എന്നുള്ള പേര് കേട്ടാലേ ഇവിടത്തുകാരൊക്കെ വിറയ്ക്കുമായിരുന്നു. ഒരു ഘട്ടത്തിൽ അച്ഛനൊന്ന് സൈലന്റ് ആയപ്പോ പിന്നെ നീയായി താരം. സദാനന്ദ മുതലാളിയുടെ മകൻ കാർത്തികേയൻ എന്ന പേര് കേട്ട ഇവിടത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ ഭയമായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ നിങ്ങൾ ഒരുപാട് താഴേക്ക് പോയത്. മരിക്കാൻ മടിയില്ലാത്തവന് എന്തും ചെയ്യാൻ വക്കീൽ സാറേ. അതാ അവന്റെ വിജയം. പിന്നെ അവന് കാരിരുമ്പിന്റെ കരുത്തുമുണ്ട്. ശത്രുവിനെ പുകഴ്ത്തി പറയുന്ന ശീലം പണ്ടേ എനിക്കില്ല. എന്നാൽ ഇപ്പൊ അത് വേണ്ടി വന്നിരിക്കുക. എന്റെ മോനെയും മരുമോനെയും അവൻ വിരട്ടിയതുകൊണ്ടല്ല ഇപ്പൊ നിന്നെ ഞാൻ കാണാൻ വന്നത്. അതിലും വലിയൊരു ആപത്ത് മുന്നിലുണ്ട്. തനിക്കറിയാലോ, എന്റെ ഇളയ മോളും അവനും തമ്മിൽ വലിയ അടുപ്പത്തിലാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോളൊരു ഗുണ്ടയെ കെട്ടരുന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. ചാരുവുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ ശേഷം അവന്റെ കാര്യം അച്ഛനെ തന്നെ ഏൽപ്പിക്കണം. നല്ല കരുത്തുള്ള 4-5 പേരുണ്ട്. ഞാൻ ചെയ്ത അടിപിടിയും കൊലപാതകവും ഒക്കെ ഏറ്റെടുത്ത് അവന്മാരിപ്പോ ജയിലില്ല. അവരൊക്കെ ഒന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവനെ പൊട്ടക്കം എറിഞ്ഞിട്ട് വെട്ടിക്കൊല്ലായിരുന്നു. സാവകാശം കൊടുക്കുന്നത് ആപത്താ. ചിലപ്പോ അതിനു മുമ്പ് അവൻ വെട്ടിയിടുന്നത് നമ്മളെയായിരിക്കും, പ്രത്യേകിച്ച് നിന്നെ.
പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലും പലരും ജഗനെ ആരാധിക്കുന്നുണ്ട്. ഏറൊന്നും കൊണ്ടുമല്ല, ഒരു ഗുണ്ടയാണെങ്കിലും വളഞ്ഞ വഴിയിലൂടെ പോകുന്നവനല്ല അവൻ. അതുപോലെ തന്നെ സ്ത്രീകളോട് ഒരിക്കലും അപമര്യാദയായിട്ട് അവൻ പെരുമാറിയിട്ടില്ല. അതൊക്കെ അവന്റെ പോസിറ്റീവ് വശങ്ങളായിട്ടാ അവരൊക്കെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു പോരായ്മ അവനുണ്ട്. അവൻ അധികം ആയുധം കയ്യിൽ കൊണ്ട് നടക്കാറില്ല. ചങ്കുറപ്പുള്ളതുകൊണ്ട് ഏത് അപകടം പിടിച്ച സാഹചര്യത്തിലും കടന്നു ചെല്ലുന്നവൻ കൂടിയവൻ. അതുകൊണ്ട് അവനെ സ്നേഹത്തോടെ മാടി വിളിച്ചിട്ട് അങ്ങ് തീർക്കുക വേണ്ടത്. എന്റെ മോന്റെ ക്ലിനിക്കിൽ ചികിത്സ തേടി ചെന്ന അവന്റെ അമ്മയ്ക്ക് വേണ്ടത്ര കെയർ കൊടുക്കാതിരുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അത് അമ്മയേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചത് ഇളയ മോളെയാ. അതിന്റെ ദേഷ്യമാണ് ജഗൻ ദിലീപിനെയും അവന്റെ ഭാര്യയെയും കണ്ടപ്പോ പ്രകടിപ്പിച്ചത്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അവന്റെ ക്ലിനിക്ക് തല്ലിപ്പൊളിക്കുമെന്ന് പോലും എനിക്കറിയില്ല. വക്കീൽ സാറിന്റെ മോളെ അതൊക്കെ ചെയ്യിക്കും. അവൾ അങ്ങനെ ഒരുനോ. ബുള്ളറ്റ് ജഗൻ മരിച്ച അവിടെ തീരും അവളുടെ അഹങ്കാരം. അതുകൊണ്ടാ അവനെ ടാർഗറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നേ. വക്കീൽ ബുദ്ധി ഒരുപാടാണല്ലോ. നല്ല നല്ല ഉപദേശങ്ങൾ താ വക്കീലെ. അതിനുള്ള അവസരം ഉണ്ടാക്കി താ. അങ്ങനെയാണെങ്കിൽ സമയം നോക്കില്ല ഞാൻ. അത് പരമാവധി ഞാൻ മുതലാക്കിക്കോളാം. വക്കീൽ സാറേ, ഇനി അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോ നമ്മൾ ആഗ്രഹിച്ചത് നടക്കണം. അല്ലെങ്കിൽ പിന്നെ തീരുന്നത് നമ്മളായിരിക്കും. കാർത്തിയെ കാണുമ്പോഴൊക്കെ പ്രേമേട്ടൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. പിന്നെ 2 കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് അമ്മ തറപ്പിച്ച് പറയാത്തെന്താ? ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോഴൊക്കെ ചേട്ടൻ ഉഴപ്പി മാറാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ, നീ കല്യാണത്തിന്റെ കാര്യം ഹരിതയോട് സംസാരിച്ചായിരുന്നോ? ഞാൻ സംസാരിച്ചിരുന്നു. എടുപിടിയൊന്നും പറ്റില്ലെന്നാ ഹരിത പറയുന്നത്. ആ വീട്ടിൽ ഹരിത മാത്രമേ ഉള്ളൂ. ഹരിതയുടെ അമ്മയ്ക്ക് അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് വിളിച്ച് കുറച്ച് സമാധാനമായിട്ട് നടത്തണമെന്നാണ് ആഗ്രഹം. ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവളും അവളുടെ അമ്മയും മാത്രം വന്നാ മതി. താലികെട്ട് നടക്കും. നമ്മളും കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ. കാർത്തിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പേര് വരും. അത് മതി ആൾക്കൂട്ടത്തിന്. എന്തായാലും നിശ്ചയിച്ചുറപ്പിച്ച ഡേറ്റും മാറാൻ പാടില്ല. എന്തിന്റെ പേരിലായാലും ശരി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുപാടായതുകൊണ്ട് എന്റെ ബിസിനസ് ഇപ്പൊ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊന്ന് ക്ലിയർ ചെയ്യാതെ ഇത്തരത്തിലുള്ള ടെൻഷനൊക്കെ പിടിച്ച് തലയെ വെക്കുന്നത് വലിയ പാടാ. കണ്ടോ കണ്ടോ, ഇപ്പോ ട്രാക്ക് മാറാനുള്ള പരിപാടിയാ. ട്രാക്ക് ഒന്നും മാറുന്നില്ല. ഹരിത അല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഇനി ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അവള് ബ്രില്യന്റ് ആണ്. ഞാൻ ഇല്ലെങ്കിൽ പോലും അവള് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളൂ. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാടാ ബിസിനസ് താഴോട്ട് പോരുന്നേ? എന്താ ഏട്ടനൊന്നും മിണ്ടാത്തെ? അവള് ബ്രില്യന്റ് ആണെന്നേ എനിക്കും അറിയാം. അതുകൊണ്ടാ അവളെ ഏട്ടൻ തന്നെ കെട്ടണമെന്ന് ഞാനും വാശി പിടിച്ചത്. എന്ന് മാത്രല്ല, എന്നെ പോലെ തന്നെ MBA കഴിഞ്ഞ് അവൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാ. അങ്ങനെ ഒരുത്തി ഷോറൂമിലുള്ളപ്പോ ഏട്ടനെന്നല്ല ആർക്കും വലിയ പണിയൊന്നുമില്ല. അവൾ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാ. പക്ഷേ ഇപ്പൊ ഈ കല്യാണത്തിന് തിരക്ക് വരുമ്പോ അവൾക്ക് ഒന്ന് ഒരുങ്ങാൻ 1 മാസമെങ്കിലും വേണ്ടേ? അങ്ങനെ അവധി കൊടുക്കാൻ പറ്റിയ സമയം അല്ല ഇത്. നിന്നെ അല്ല അവള് കല്യാണം കഴിക്കുന്നെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 1 മാസം അവൾക്ക് അവധി കൊടുക്കുവോ? അങ്ങനെ കൊടുക്കാൻ അവളുടെ പ്രസവമൊന്നും അല്ലല്ലോ നടക്കുന്നേ. ജയ, വെറുതെ ഓരോ വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് കല്യാണം നീട്ടിക്കൊണ്ടു പോവാൻ നീ ശ്രമിക്കരുത്. അതിന് ഞാനിനി സമ്മതിക്കില്ല. ഇവളുടെ കെട്ട് നടക്കുമ്പോ നിന്റെ കെട്ട് നടന്നേ പറ്റൂ. കുറച്ച് ദിവസമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് അമ്മേ, നീ വേറൊന്നും അറിയണ്ട. കല്യാണത്തിന്റെ അന്ന് കല്യാണ ചെക്കനായി വന്നിരുന്നാ മതി.
ബാക്കി നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കട്ടെ. ഇന്നത്തെ കാലത്ത് കല്യാണം എന്നൊക്കെ പറയുന്നത് പഴയതുപോലെ അല്ല. മിക്ക ബന്ധങ്ങളും ശിഥിലായിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോ കുറച്ചുകൂടെ അടുത്ത ശേഷം അയാളെ അറിഞ്ഞ ശേഷം കല്യാണം നടത്തുന്നതായിരിക്കും നല്ലതമ്മേ. ചുരുക്കി പറഞ്ഞ ഈ കല്യാണത്തിന് ചേട്ടന് താല്പര്യമില്ലെന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞോ? നിനക്കെന്താ മലയാളം മനസ്സിലാവില്ലേ? എല്ലാം ശരിയാ, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിന്നെ ഞങ്ങളെക്കാൾ മുന്നേ അറിയുന്നവനാണ് ആ കാർത്തി. അവനെ എന്റെ മരുമകനാവാൻ പോകുന്നവനാ. അവന്റെ അച്ഛന് എതിർപ്പുണ്ടായിട്ട് കൂടി അവൻ ഇവളെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അങ്ങനെയുള്ള ഒരുത്തൻ നിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുമ്പോ അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് ഞങ്ങൾ കരുതണം. അതുകൊണ്ട് ഇനിയിപ്പോ തർക്കിച്ച് സമയം കളയാനൊന്നുമില്ല. ഇവളുടെ കല്യാണം വിളിക്കൊപ്പം തന്നെ നിന്റെയും കല്യാണം വിളിക്കാൻ പോവാ. അങ്ങനെ കല്യാണം വിളിച്ചു കഴിഞ്ഞാ നീ ഒരു കാരണവശാലും പിന്നെ എതിർപ്പൊന്നും പറയരുത്.